ആശമാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ല. ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണം. സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ച ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോകും, ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിനെന്ന് പറഞ്ഞ് വഞ്ചന. ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു മന്ത്രിക്ക് അത് ചെയ്യാൻ ഒക്കില്ല. അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കും. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രാസം ഒപ്പിച്ചുള്ള പ്രതികരണമൊക്കെ ഉണ്ട്. എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ആശാ പ്രവർത്തകർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അക്ഷയ, ഇന്ന് അതായത് 30-ാം ദിവസമാണ് ഇത്തരത്തിലൊരു ആശ്വാസകരമായ വാർത്ത എത്തുന്നത്. അതിലവർ വലിയ സന്തോഷം രാവിലെ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഇരിക്കെ ഇന്ന് സമരപന്തൽ സന്ദർശിക്കുമ്പോൾ അതിന് മാനങ്ങൾ വലുതാണ്. അത്തരത്തിൽ സുരേഷ് ഗോപി എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, സമരസമിതിയുടെ നേതൃത്വത്തിലുള്ളവർ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം, അത് ധനസഹായം എന്ന് പറയുമ്പോൾ അത് എത്തരത്തിൽ അവരിലേക്ക് എത്തും എന്നുള്ള വലിയ ചോദ്യം അവരുടെ മുന്നിലുണ്ടായിരുന്നു. അത് ഇൻസെൻറ്റീവായി ആണോ? കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവാണ്, ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെൻറ്റീവ് ആണെങ്കിൽ അതിൽ എങ്ങനെ മാറ്റമുണ്ടാകും? അത് സ്പെസിഫിക്കായി കൃത്യമായി പറയണം എന്ന തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലൊരു വിശദീകരണം നമ്മളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സുരേഷ് ഗോപി അവിടെ എത്തി. കേന്ദ്രമെല്ലാം ചെയ്യുന്നുണ്ട്, കള്ളങ്ങൾ നിരത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കബളിപ്പിക്കുകയാണ് എന്ന തരത്തിൽ നമ്മളിപ്പോൾ കേട്ടതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനാണ് ഭൂരിഭാഗം സമയവും സുരേഷ് ഗോപി ഈ സമരപന്തലിലെത്തി സമരക്കാരോട് സംസാരിച്ചപ്പോൾ ചിലവഴിച്ചത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപിച്ച സഹായം ഇവരിലേക്ക് എത്തിക്കുമെന്നുള്ള വിശദീകരണം അവിടെ ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നൽകിയ കണക്കുകൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നൽകിയ കണക്കുകൾ സത്യസന്ധമാണെന്നും കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ടെന്നും ഒരു പടി കൂടി കടന്ന് ആശാപ്രവർത്തകർക്ക് വേണ്ടി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ് കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാമെന്ന അത്തരത്തിൽ വളരെ എന്താ പറയുക, സിനിമാറ്റിക്കായ ഡയലോഗുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് മടങ്ങിയത്. അപ്പോഴും ആശാപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമായ വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത്. കാരണം ഇത്തരത്തിലൊരു വ്യക്തത കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഈ പ്രഖ്യാപനത്തെ ആശ്വാസമായി കാണുന്നുണ്ട്. ദേശീയ തലത്തിൽ സമരം ശ്രദ്ധിക്കപ്പെടുന്നു. ആശാപ്രവർത്തകർക്ക് ഒന്നടങ്കം, അത് ഈ ഇന്ത്യയിൽ ഒന്നടങ്കം അവർക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ സമരത്തിൻ്റെ വിജയമായി അവർ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തത നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകുന്ന ദിവസം സുരേഷ് ഗോപി വന്ന് സമരപന്തലിലേക്ക് എത്തി കാണുന്നതിന് മാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലുതാണ്. എന്തായാലും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ എങ്ങനെ സഹായം എത്തിക്കും എന്നതിൽ വ്യക്തതയുണ്ടാകണം. ഒപ്പം സംസ്ഥാന സർക്കാർ ഇനി എന്ത് മുന്നോട്ട് വയ്ക്കുന്നു, ഇതിന് പകരം കണക്കുകൾ മുന്നോട്ട് വയ്ക്കുമോ, അതോ ദേശീയ ശ്രദ്ധ ലഭിച്ച സാഹചര്യത്തിൽ ഒരു സമാധാനത്തിന് ശ്രമിക്കുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അക്ഷയ.